ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കറിയുടെ ചാറിന് പോലും ഭയങ്കര ടേസ്റ്റാണ്. ചാറ് മാത്രം മതി ചോറിനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെമ്മീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണേ. അത് ക്ലീൻ ചെയ്യുന്ന വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ചെമ്മീനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവേ. ഇനിയിപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ അതിൻ്റെ തല കളഞ്ഞിട്ടില്ല, തലയും എടുത്തിട്ടുണ്ട്. തലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് തലഭാഗത്ത്. അപ്പോൾ തലഭാഗത്ത് അഴുക്ക് കളഞ്ഞിട്ട് തലയും എടുത്തിട്ടുണ്ട്. തല കളയാതെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മളൊരു തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 കഷ്ണം പച്ചമുളകും, പിന്നെ ആവശ്യത്തിന് പുളിയും, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. ഇത് ഒരല്പം വേവുള്ള സാധനമായതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് വേവിച്ചിട്ട് വേണേ ഗ്രേവിയൊക്കെ ചേർക്കാനായിട്ട്. The sky feeling bolder. Going out, going all the way. Going high, yeah, yeah, high, yeah, yeah. Going out, going all the way. Going high, going all the way. Going up, going all the way. Going up, going all the way. Going higher. Break the mold, then press repeat. Get 'em up, get 'em up. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായി നമുക്ക് തേങ്ങയൊക്കെ വറുത്തെടുക്കാവേ. ഞാനിവിടെ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ ആ വെള്ളം ഒക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3-4 കഷ്ണം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളകും ഒരു 2-3 കരിയാപ്പിലയും ഇട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. തേങ്ങ വറുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും ഗ്യാസ് സിമ്മിലിട്ടേ വറുക്കാളെന്ന് വെച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കരിയാതെ അതുപോലെ ലെവലിൽ മൂപ്പിച്ചെടുക്കണേ. എങ്കിലേ കറക്കി ടേസ്റ്റ് ഉണ്ടാവില്ല. കരിഞ്ഞു പോയ ഒരു കരിച്ചവ ഉണ്ടാവും. അപ്പോൾ തേങ്ങ കരിയാതെ വേണേ വറുത്തെടുക്കാനായിട്ട്. Going up, going out, going all the way. Going high, yeah, yeah, high, yeah, yeah. Going up, going out, going all the way. Going high, going all the way. Going up. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. പൊടികൾ ഇത്രയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ പൊടിയുടെ ആ പച്ച മണവും ആ പച്ച ചുവയൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് ചൂടാക്കി പൊടിയൊന്ന് റോസ്റ്റാക്കി എടുക്കണേ. ഇനി ഇതെല്ലാം നല്ലപോലെ ആറിക്കഴിഞ്ഞ് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാവേ. ആദ്യം ഇതൊന്ന് പൊടിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് അരയ്ക്കാനേ, അപ്പോൾ എളുപ്പമുണ്ട്. പിന്നെ അതെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെന്തിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് ഗ്രേവി ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കതിലേക്ക് എണ്ണ ചേർക്കാവേ. അതിനായിട്ട് ഒരു ചെറിയ കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഉലുവയും കറിവേപ്പിലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അത് മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ് ചെയ്യാത്തിരുന്ന് സബ് ചെയ്തേക്കുക.